സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഇന്നിപ്പോൾ എന്താ ഉണ്ടാക്കാന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ബ്രെഡ് അല്ലെങ്കിൽ 2 മുട്ട കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്നാക്കാണ് റെഡിയാക്കുന്നത്. ലഞ്ച് ബോക്സിൽ വേണമെങ്കിൽ കൊടുത്തുവിടാം, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു എഗ് ബ്രെഡ് ബുർജി റെഡിയാക്കാനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാക്കിയെടുക്കുക. ഓയിൽ ചൂടാവുന്ന സമയത്ത് ഒരു 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് തന്നെ മതിയാകും. ഇഞ്ചി വെളുത്തുള്ളി ഒന്നങ്ങ് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 2 ചെറിയ സവാള ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള 1-2 പച്ചമുളക്, അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഉള്ളി അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് വഴന്ന് ഉടഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഉള്ളി ഇതുപോലെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1 അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക, എരിവനുസരിച്ചിട്ട്. ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. വേറെ കൂടുതൽ മസാലപ്പൊടികളൊന്നും ഇപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. ഒരു തക്കാളി ചെറുതായി മുറിച്ചതോടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളി അത്യാവശ്യം ഒന്ന് വെന്ത് ഉടഞ്ഞു വരുന്നതാണ് നല്ലത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കാം. തക്കാളി നന്നായിട്ട് വഴന്ന് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂണ് ടൊമാറ്റോ സോസോ ടൊമാറ്റോ കെച്ചപ്പ് എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക. ഇത് നിർബന്ധമല്ല കേട്ടോ, തീർച്ചയായിട്ടും ഒഴിവാക്കാവുന്ന സ്റ്റേജാണ്. സോസ് ചേർത്തിട്ട് ചെറിയ എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവില്ല. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു 1/2 ടീസ്പൂൺ സോയ സോസ് കൂടി ചേർത്ത് കൊടുക്കുക. സോസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റാണ്, അല്ലെങ്കിലും കുഴപ്പമില്ല. സിമ്പിളായിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിടാണെങ്കിലും നല്ലതാണ്. ക്യാപ്സിക്കം ചേർത്തിട്ട് ഒരു 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് വെന്തോടെയൊന്നും വേണ്ട. ഇനി ഇതിലേക്കൊരു 3 മുട്ട പൊട്ടിച്ച് ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. ഉള്ളി ഒന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് നടുഭാഗത്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഒരു 3-4 സെക്കൻഡ് അങ്ങ് കഴിഞ്ഞതിന് ശേഷം മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന എഗ് ബുർജി തന്നെയാണിത്. ഇനി ഇതിലേക്ക് ബ്രെഡ് കൂടെ ചേർക്കുമ്പോഴാണ് എഗ് ബ്രെഡ് ബുർജിയായി മാറുന്നത്. ഈ സമയത്ത് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂണിൻ്റെ അടുത്ത് ഒറിഗാനോ ചേർത്ത് കൊടുക്കുക. ഇത് നിർബന്ധമില്ല. നല്ല ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഒരു ഇത്തിരി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു 4-5 പീസ് ബ്രെഡ് ഈ ഒരു രീതിയിൽ മുറിച്ചെടുത്തതാണ്. ഞാനിപ്പോൾ ഇവിടെ ബ്രൗൺ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വൈറ്റ് ബ്രെഡാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അതെടുക്കുക. വൈറ്റ് ബ്രെഡ് ആകുമ്പോൾ കുറച്ചുകൂടി കാണാനും ഭംഗി, കഴിക്കാനും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ട്. ബ്രെഡ് കുറച്ചുകൂടി ചെറുതായി മുറിക്കണമെന്നുണ്ടെങ്കിൽ മുറിച്ചെടുക്കുക, ഒരുപാട് വലുതാക്കണ്ട. ഈ ഒരു രീതിയിൽ മുറിച്ചിട്ടിട്ട് നന്നായിട്ടൊരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഈ മുട്ട ഉള്ളി മസാല മൊത്തത്തിൽ ബ്രെഡിലേക്കും കൂടെ കവർ ചെയ്ത് വരുന്ന രീതിയിൽ, അതായത് ബ്രെഡ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ലാസ്റ്റ് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു ഇത്തിരി മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ ഒരു 1 ടേബിൾ സ്പൂൺ മല്ലിയില വേണമെങ്കിൽ ഒരു ഇത്തിരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതുകൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ബ്രെഡ് ഒന്ന് ഫ്രൈ ആയി വരുന്ന ആ ഒരു രീതിയിലാവുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു റെസിപ്പി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം, എന്നാൽ നല്ലൊരു ടേസ്റ്റുമാണ്. ഒരു സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. എപ്പോഴും നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കണം. തണുത്ത് കഴിഞ്ഞാൽ അത്രയ്ക്കൊരു ടേസ്റ്റ് കിട്ടില്ല. ചൂടോട് കൂടി കഴിക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. കുട്ടികളുള്ള വീട്ടമ്മമാരൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന റെസിപ്പി തന്നെയായിരിക്കും. എന്നാലും അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്